പൊയ്യാറ ശ്രീ വിഷ്ണുമായ മഠം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ വാർഷികത്തോടനുബന്ധിച്ച് സവിശേഷ പരിഗണനയർഹിക്കുന്ന കുട്ടികളുടെ കുടുംബങ്ങൾക്ക് ധനസഹായം വിതരണം ചെയ്തു. അമലാനഗറിലെ ഡി സ്ക്വയർ വില്ലാസിന് സമീപം ഒരുക്കിയ വേദിയിലാണ് ചടങ്ങ് നടന്നത്. സിനിമാ സീരിയൽ താരം മഞ്ജു സുഭാഷ് ഉദ്ഘാടനം നിർവഹിച്ചു. രണ്ടുപേരും ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളാണ്. ഞാൻ എന്തെങ്കിലുമൊക്കെ മാനസികമായി ഇപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളെപ്പോഴും എന്താ പറയാ ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരാൾക്കൊരു നമുക്ക് എല്ലാവർക്കും ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാവും. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് നല്ലൊരു മോട്ടിവേറ്ററാണ് ഇവർ രണ്ടുപേരും. ആ ഒരു കാര്യത്തിൽ എനിക്ക് ഇവരോട് ഭയങ്കര സന്തോഷമുണ്ട്. ഇപ്പൊ ദൈവം എന്ന് പറഞ്ഞാൽ എന്റെ മനസ്സില് സ്നേഹമാണ് അല്ലെ. നമ്മൾ ഒരിക്കലും ദൈവത്തെ ഭയപ്പെടേണ്ട ഒരു കാര്യമല്ല. എല്ലാവരും ഇപ്പൊ അമ്പലങ്ങളിലായാലും പള്ളി ഇതിലൊക്കെ പോയിട്ട് ഒരുപാട് സംഭാവനകളും ഒരുപാട് വഴിപാടുകളും നേരും. പക്ഷെ നമ്മുടെ തൊട്ടടുത്ത് വെച്ചിരിക്കുന്ന ഒരു ആളുണ്ടെങ്കിൽ അവർക്കൊന്നും കൊടുക്കില്ല. പക്ഷെ അതിലല്ല നമ്മൾ ആർക്കൊക്കെ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതാണ്. ദൈവത്തിനൊന്നും വേണ്ട. ശരി പറഞ്ഞ പോലെ അമ്പലങ്ങളിലോ അല്ലെങ്കിൽ മറ്റുള്ളടത്തോ പോയിട്ട് നിങ്ങൾ എന്തൊക്കെ കൊടുത്താലും നിങ്ങൾ വേദനിക്കുന്ന ഒരാളുടെ കൈ പിടിക്കുന്ന ഒരു ദൈവാനുഗ്രഹം എവിടെയും കിട്ടില്ല. അങ്ങനെ ഒരു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ എന്തായാലും ഇവരുടെ ഈ സംരംഭം ഇവർക്ക് ഒരുപാട് ചാരിറ്റി ചെയ്യാൻ പറ്റട്ടെ. പൊയ്യാറ ശ്രീ വിഷ്ണുമായ മഠം ചാരിറ്റബിൾ ട്രസ്റ്റ് മഠാധിപതി ഷെറിൻ പൊയ്യാറ അധ്യക്ഷത വഹിച്ചു. അപ്പോ അങ്ങനെ 30ഓളം കുട്ടികൾക്ക് ഓട്ടിസം ബാധിച്ച, ബുദ്ധിമാന്ദ്യം, കാഴ്ചയില്ലാത്ത, കേൾവിയില്ലാത്ത അങ്ങനെയുള്ള ആ കുടുംബങ്ങൾക്ക് 5001 രൂപ വീതം 30 പേർക്ക് 1.5 ലക്ഷം രൂപ അതാണ് ഇന്നത്തെ ഇവിടുത്തെ ആഘോഷം. അപ്പൊ എല്ലാവരും എന്നോട് ചോദിച്ചു, വാർഷിക ആഘോഷമല്ലേ? അപ്പോ പൊയ്യാറ ശ്രീ വിഷ്ണുമായ മഠത്തിലല്ല അവിടെ ഇങ്ങനെ കുറെ അവിടെ പ്രത്യേകിച്ച് ഇന്ന് വേറെ പരിപാടികളൊന്നുമില്ല. സ്വാമിക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു സമ്മാനം നമ്മൾ കൊടുക്കുന്നത്. ദൈവം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ സംരക്ഷിക്കാൻ. ദൈവത്തിനൊന്നും ആവശ്യമില്ല, ശരിയല്ലേ? നിങ്ങൾ ഇന്ന് ഇവിടെ വന്നിരിക്കുമ്പോ നിങ്ങളെ കാണുമ്പോ അവിടെ ഇരിക്കുന്ന ഭഗവാൻ പറയാണ്, ധൈര്യമായിട്ടിരുന്നോ, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ ഷെറിന്റെ ഫാമിലിയെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അവരത് ചെയ്തിട്ടില്ലെങ്കിൽ എന്റെ അടുത്ത് വന്ന് കംപ്ലൈന്റ് ചെയ്തോ എന്നല്ലേ പറയണ്ടത്, ശരിയല്ലേ? ഞങ്ങള് സൗഭാഗ്യം കിട്ടുമ്പോ ഞങ്ങൾ എൻജോയ് ചെയ്ത് മറ്റേ അടിച്ചു പൊളിച്ച് ഇവിടെ നിന്ന് കറങ്ങി കിടന്നിട്ട് വല്ല കാര്യം എന്താ? നമ്മൾ എന്തെങ്കിലും ചെയ്യണം, എല്ലാം ചെയ്യണം എന്നുള്ളതല്ല. അപ്പൊ അങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞപ്പോ ഇന്ന് വന്ന എല്ലാവരെയും ഞാൻ ആദ്യം നിങ്ങളെയാണ് ഈ ഫംഗ്ഷന്റെ നെടും തൂണുകളായിട്ട് ഇവിടത്തെ ഒരുപാട് കാര്യങ്ങൾ. ഇന്ന് ഇവിടെ ഒരു കാര്യം ചെയ്യുമ്പോൾ ഞാനും എന്റെ ഭാര്യ 2 മക്കളും മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ ഫാമിലി എന്ന് പറയുന്നത് കണ്ടില്ലേ? ഈ ഒരു 2 പേർക്കും ഈ കുട്ടികൾക്കും കൂടിയിട്ട് കൂട്ടാവുന്ന കാര്യമല്ല ഇവിടെ നടന്നിട്ടുള്ളത്. എന്റെ അർത്ഥം എന്താ? ഇതിന്റെ പിന്നിൽ ഒരുപാട് ആൾക്കാരുടെ പ്രയത്നം, ഒരുപാട് ആൾക്കാരുടെ എന്താ പറയാ അത്രയും ഇഫേർട്ട്. അപ്പൊ നമ്മുടെ ഒപ്പമുള്ള ഞങ്ങൾക്ക് എംപ്ലോയീസ് എന്ന് പറയാൻ പറ്റില്ല, ഞങ്ങളുടെ ഒരു കുടുംബം പോലെ പ്രവർത്തിച്ചതിന്റെ ഭാഗമായിട്ട് ഓരോ വ്യക്തികളും അവർ അത്രയും നല്ല രീതിയിൽ അതിനു വേണ്ടി തയ്യാറെടുത്തത് കൊണ്ടാണ് നമുക്ക് ഇത്രയും നല്ലൊരു ഫംഗ്ഷനായിട്ട് ഇത് കൊണ്ടുവരാൻ പറ്റിയത്. ഷെറിൻ പൊയ്യാറയുടെ സഹധർമ്മിണിയും പൊയ്യാറ ശ്രീ വിഷ്ണുമായ മഠം ചാരിറ്റബിൾ ട്രസ്റ്റ് ട്രസ്റ്റിയുമായ രമ്യ ഷെറിൻ, രവി തളവരി, ബിജു എന്നിവർ സംസാരിച്ചു. അപ്പോൾ നമ്മുടെ മഞ്ജു സുഭാഷ് എന്താ പറയാ എന്റെ വളരെ പ്രിയപ്പെട്ട ഒരു ആർട്ടിസ്റ്റും കൂടിയാണ്. നമ്മുടെ അഭിമാനമാണ്. എനിക്കൊക്കെ വളരെ അഭിമാനമാണ്. അത്തരം വ്യക്തിത്വമുള്ള ഒരു കവയിത്രിയാണ്. മെയിനായിട്ട് നന്നായി കവിതകൾ എഴുതും. അദ്ദേഹത്തെ തന്നെ ഇന്ന് കിട്ടി നമുക്കിവിടെ. അതിൽ വളരെ സന്തോഷം. തുടർന്ന് 30 പേർക്കുള്ള ധനസഹായ വിതരണം നടന്നു. ഉദ്ഘാടകയായ സിനിമാ സീരിയൽ താരം മഞ്ജു സുഭാഷ്, മഠാധിപതി ഷെറിൻ പൊയ്യാറ, സഹധർമ്മിണി രമ്യ ഷെറിൻ, മക്കളായ നക്ഷത്ര, സൂര്യതേജസ് എന്നിവർ ചേർന്ന് ധനസഹായ വിതരണം നിർവഹിച്ചു. ഓട്ടിസം, കാഴ്ചപരിമിതി, കേൾവി പരിമിതി തുടങ്ങിയ വിവിധ രീതിയിലുള്ള വെല്ലുവിളികൾ നേരിടുന്ന 16 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ കുടുംബങ്ങൾക്കാണ് ധനസഹായം വിതരണം ചെയ്തത്. 5001 രൂപ വീതം 30 പേർക്കായി 1.5 ലക്ഷം രൂപയാണ് ഇത്തരത്തിൽ വിതരണം ചെയ്തത്. കലാമണ്ഡലം കണ്ണന്മാരാരുടെ ടീം അവതരിപ്പിച്ച പഞ്ചാരിമേളം അരങ്ങേറി. തുടർന്ന് വിഭവസമൃദ്ധമായ സദ്യയും ഉണ്ടായിരുന്നു.